ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോണ അടിപൊളി ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൻ്റെ റീസ്റ്റോറേഷനാണ്. റീസ്റ്റോറേഷൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് അടുത്തുള്ള സ്ക്രാപ്പ് മാർക്കറ്റിൽ ചെന്നപ്പോൾ അവിടെ നിന്നും 2 ബ്ലൂടൂത്ത് സ്പീക്കറുകൾ കിട്ടി. ഒന്നാമത് കിട്ടിയത് എഫ്&ഡിയുടെ E200+ എന്ന് പറഞ്ഞ മോഡലും, രണ്ടാമത്തത് JBLൻ്റെ Go 3 എന്ന് പറഞ്ഞ മോഡലും. ഈ സൗണ്ട് ബാർ നമുക്ക് കിട്ടിയത് 150 രൂപയ്ക്കും JBLൻ്റെ സ്പീക്കർ കിട്ടിയത് 50 രൂപയ്ക്കുമാണ്. ആദ്യം നമുക്ക് ഈ എഫ്&ഡിയുടെ സൗണ്ട് ബാറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ചെയ്യാം. JBLൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇതുപോലെ വാങ്ങുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ സാനിറ്റൈസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മാത്രമാണ് ഉപയോഗിക്കാവുള്ളൂ. കിട്ടിയപ്പോൾ തന്നെ അതിലപ്പടി പൊടിയും ചെടിയും എല്ലാം ആയിരുന്നു. അതെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. നമ്മുടെ സൗണ്ട് ബാർ ഓൺ ചെയ്യാൻ വേണ്ടി ബാക്കിലുള്ള പവർ സ്വിച്ച് ഓൺ ചെയ്ത് സൈഡിലുള്ള സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓൺ ആകുന്നില്ലായിരുന്നു. സൗണ്ട് ബാറിൻ്റെ ബാറ്ററിക്ക് ചാർജ് ഇല്ലാത്തതെന്ന് ഓർത്തുകൊണ്ട് ചാർജർ കണക്ട് ചെയ്ത് കുറേ നേരം ചാർജ് ചെയ്യാനൊക്കെ ഇട്ടു. ചാർജ് ചെയ്യാനിട്ടപ്പോഴെല്ലാം ചാർജിങ് ഇൻഡിക്കേറ്റർ തെളിയുന്നുണ്ടായിരുന്നു. ഇത് ചാർജ് ചെയ്യാൻ വേണ്ടത് മൈക്രോ USB ചാർജറുള്ള മൊബൈൽ ചാർജറാണ്. കുറേ അധിക സമയം ചാർജ് ചെയ്യാനിട്ട ശേഷവും ഓണാക്കി നോക്കിയപ്പോൾ ഓൺ ആകുന്നില്ലായിരുന്നു. എന്നാൽ പിന്നെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല, അങ്ങ് അഴിച്ചു നോക്കിയേക്കാന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ സൗണ്ട് ബാർ ഫുള്ളായിട്ട് അങ്ങ് അഴിച്ചു. ഈ സൗണ്ട് ബാർ അഴിക്കാനാണെങ്കിലും വളരെ സിമ്പിളാണ്. ബാക്കിലുള്ള സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്ത ശേഷം അഴിച്ചെടുക്കാൻ സാധിക്കും. സ്ക്രൂകളെല്ലാം ലൂസ് ചെയ്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ പൊക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് അഴിഞ്ഞു വരും. അഴിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴും കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടില്ലായിരുന്നു. എന്നാൽ ബാറ്ററിയുടെ കണക്ഷൻ എല്ലാം വിട്ടുപോയതാണോന്ന് അറിയാൻ വേണ്ടി ബോർഡ് അഴിച്ച് ബാറ്ററി ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കി. നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ഉള്ളിൽ 3.7 വോൾട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഉള്ളത്. മൾട്ടിമീറ്റർ വെച്ച് ബാറ്ററി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററിക്ക് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലായിരുന്നു. ബാറ്ററിക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സ്ഥിതിക്ക് വീണ്ടും നമുക്ക് ബോർഡിലേക്ക് കണക്ട് ചെയ്തിട്ടൊന്ന് ഓൺ ചെയ്ത് നോക്കിയേക്കാന്ന് ഓർത്ത് ഓൺ ചെയ്തപ്പോൾ ഓണായി. ബാറ്ററിയുടെ കേബിൾ ബോർഡിലേക്ക് കണക്ട് ചെയ്തിരുന്നത് ലൂസായിട്ട് എന്തോ ഇരുന്നതായിരുന്നു. വീണ്ടും ലൂസ് ആകാതിരിക്കാൻ വേണ്ടി നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചേക്കാം. അതിനുശേഷം നമ്മുടെ ബോർഡ് ഉറപ്പിക്കാൻ വേണ്ടി 4 സൈഡിലുള്ള സ്ക്രൂകൾ ടൈറ്റ് ചെയ്തെടുക്കണം. നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ടിലത്തെ നെറ്റപ്പടി പെയിൻ്റൊക്കെ പോയി പയ്യെ തുരുമ്പെടുത്തോലെയായിരുന്നു. ഒന്നത് പെയിൻ്റ് അടിച്ചേക്കാന്ന് ഓർത്തുകൊണ്ട് നമുക്കൊന്ന് അഴിച്ചെടുക്കാം. ഫ്രണ്ടിലത്തെ നെറ്റ് അഴിച്ചെടുക്കാൻ എളുപ്പത്തിന് വേണ്ടി 2 സ്പീക്കറിൻ്റെ വയറുകൾ നമുക്ക് ആദ്യം പിടിപ്പിക്കാം. 2 സ്പീക്കറിൻ്റെ വയറുകൾ പിടിപ്പിച്ച ശേഷം നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ഒരു ചെറിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നെറ്റിൻ്റെ ഇടയ്ക്ക് വെച്ച് പയ്യെ ഇങ്ങ് തിക്കിയാൽ മതി, അഴിഞ്ഞു വരും. അഴിച്ചെടുത്തപ്പോൾ സ്പീക്കറിൻ്റെ ഉള്ളിലെല്ലാം ഫുള്ള് പൊടിയും എല്ലാം ആയിരുന്നു. അതെല്ലാം നമുക്കൊരു പയ്യെ ഒരു ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. ഇതുപോലെ ക്ലീൻ ചെയ്യുമ്പോൾ സ്പീക്കറിൻ്റെ ഡയഫ്രത്തിനൊന്നും കംപ്ലൈൻറ്റ് വരാത്ത രീതിയിൽ ചെയ്തെടുക്കണം. നമ്മൾ അഴിച്ചെടുത്ത നെറ്റ് പയ്യെ സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് മിനുസപ്പെടുത്തിയ ശേഷം ക്ലീൻ ചെയ്തിട്ട് വീണ്ടും നമുക്ക് സ്പ്രേ പെയിൻറ്റ് അടിച്ചെടുക്കാം. ഇതിലടിക്കുമ്പോൾ സ്പ്രേ പെയിൻറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ബ്രഷ് കൊണ്ട് അടിക്കുമ്പോൾ അതിലെ ഹോളുകളെല്ലാം അടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് വീണ്ടും ഫിറ്റ് ചെയ്തെടുക്കാം. ഇത് ഫിറ്റ് ചെയ്യാനാണെങ്കിലും വളരെ സിമ്പിളാണ്. കയറ്റി വെച്ചിട്ട് കൈ കൊണ്ടിങ്ങ് പ്രസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ അഴിച്ചെടുത്ത 2 സ്പീക്കറിൻ്റെയും വയറുകൾ വീണ്ടും സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്യാം. നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ഫ്രണ്ടിലത്തെ നെറ്റിൽ എഫ്&ഡിയുടെ ഒരു ലോഗോ ഉണ്ടായിരുന്നു. അത് അഴിച്ചെടുത്തായിരുന്നു. അത് നമുക്ക് ഫിറ്റ് ചെയ്തെടുത്തേക്കാം. നമ്മുടെ സൗണ്ട് ബാറിൻ്റെ ബോക്സ് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാ കേബിളുകളും കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത ശേഷം മാത്രമാണ് ഫിറ്റ് ചെയ്യാവുള്ളൂ. ബാക്കിലുള്ള സ്ക്രൂകളെല്ലാം തന്നെ കറക്റ്റായിട്ടിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. ഈ സെയിം മോഡൽ സൗണ്ട് ബാറിന് ഫ്ലിപ്കാർട്ടിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 2600 രൂപയാണ് കണ്ടത്. എന്തായാലും വെറും 150 രൂപ ചിലവിന് അടിപൊളി ഒരു സൗണ്ട് ബാർ നമുക്ക് കിട്ടി. ഇനി നമ്മുടെ സൗണ്ട് ബാർ ഒന്ന് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ സൗണ്ട് ബാർ നമുക്ക് TVക്കോ അല്ലെങ്കിൽ ലാപ്ടോപ്പിനോ മൊബൈലിനോ എന്തിനു വേണ്ടിയെങ്കിലും യൂസ് ചെയ്യാം. ഇതിൽ പെൻഡ്രൈവ് ഉപയോഗിച്ചും അല്ലെങ്കിൽ ഓക്സ് കേബിൾ ഉപയോഗിച്ചോ ബ്ലൂടൂത്ത് ഉപയോഗിച്ചോ നമുക്ക് പാട്ട് കേൾക്കാനും സിനിമ കാണാനും എന്തിനും പറ്റും. നമ്മുടെ സൗണ്ട് ബാർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ബാക്കിലുള്ള സ്വിച്ച് ഓൺ ചെയ്ത ശേഷം സൈഡിലുള്ള പവർ ബട്ടണും ഓൺ ചെയ്യണം. ഇത് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ടൊരു ലൈറ്റ് തെളിയണ കാണാം. നമ്മുടെ സൗണ്ട് ബാർ ചെക്ക് ചെയ്യാൻ വേണ്ടി മൊബൈലുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം നമുക്കൊന്ന് പെയർ ചെയ്ത് നോക്കാം. വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ മൊബൈലുമായിട്ട് സൗണ്ട് ബാർ കണക്റ്റായി. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സൗണ്ട് ബാറിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഇഷ്ടമായിക്കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.